ഹലോ ഗൈസ്. ഇങ്ങനെയല്ല. പിന്നെ എങ്ങനെ? ഹലായി. ഹലോ ഹായ്. അപ്പോ ഇന്നത്തെ വിഷയം എന്താ? അങ്ങനെ ഹലായി അല്ല. ഹലായി ഹലോ ഹായ്. ഇങ്ങനെയാ. അപ്പൊ ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ ഇന്ന് ഞാൻ വർക്കിന് പോയതാണ്. രാവിലെ 6 മണിക്ക് പോയി വർക്കിന്. വന്നു പറ്റില്ല എല്ലാം ഇല്ല. അപ്പൊ പണിയില്ല, അവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് പണിയില്ല. ഇനി നാളെ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടാവില്ലല്ലോ, നല്ല വോയിസിൽ സംസാരിക്കുക അല്ലേ, നല്ല സൗണ്ടിൽ സംസാരിക്കണം, അപ്പോഴേ കേൾക്കുള്ളൂ. അപ്പൊ കേൾക്കും. അപ്പൊ അങ്ങനെ ഞാൻ ഡ്രസ്സ് നോക്കി നോക്ക്, ഇത് വർക്കിംഗ് ഡ്രസ്സാണ്. ഞാൻ അങ്ങനെ ഇട്ടിട്ട് വന്നിറക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആവാൻ. അപ്പോൾ അതന്നെ ഉള്ളൂ വിഷയം. ഇപ്പം ഇന്നലെ രാത്രി കറണ്ട് പോയത് അത്ര അവിടെ. അപ്പോൾ KCBയിലേക്ക് വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവിടുന്ന് കറണ്ട് 12 മണിക്കേ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 4 ആൾക്കാരുണ്ടായിരുന്നു. വെറുതെ പോയി. വണ്ടിയുടെ എണ്ണ എന്തായി? എണ്ണ പോയി. തോന്നില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ അതിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഓവർഫ്ലോ ആയിട്ട് വരുന്നുണ്ട്. ഇടയ്ക്ക് അത് വരും, ഇടയ്ക്ക് നിൽക്കും. പണിയില്ല. അപ്പൊ പിന്നെ എന്ത് പറയണു, എല്ലാവരും സുഖമല്ലേ അല്ലേ? എന്റെ ചക്കരയുടെ ചുണ്ടില് കണ്ടോ മുറി ആയിരുന്നതാ, ചുണ്ടില് മുറി. അതെങ്ങനെ മുറിയത്? വീണു. ഞങ്ങൾ കുറച്ച് ഇന്റർവ്യൂ ചെയ്യാട്ടോ. ഇന്റർവ്യൂ. ഉണ്ണിക്ക് അച്ഛനെയാണോ ഇഷ്ടം, അമ്മേനെയാണോ ഇഷ്ടം? എല്ലാരും ഉണ്ട്. പിന്നെ എല്ലാരും ഇല്ല. ആരാ ഇഷ്ടം? അവിടെ നോക്കി പറ. പിന്നെ അമ്മ പാവല്ലേ? അമ്മ പാവം. അമ്മ പാവാണ്. പിന്നെ ഇനി പിന്നെന്താ ചോദിക്കുക? ഇനി ഉണ്ണി അച്ഛനോട് ചോദിക്കുക. എന്താ ചോദിക്കുക? എന്തേലും. കുഞ്ഞാറ്റേനെ കേട്ടോ. ഉണ്ണീനെ. അവിടെ ലോഡ് തട്ടുണ്ട്. ലോറിയുടെ അത് സൗണ്ട് പടക്ക കേട്ടു. ഇന്നലെ രാത്രി പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ ഇവിടെ. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച, ഇന്നലെ വ്യാഴാഴ്ച. അപ്പൊ ഇന്നലെ പൊരിഞ്ഞ മഴ. കുഞ്ഞാറ്റയുടെ വികൃതികൾ. രസമുണ്ടോ? വെള്ളം കുടിച്ചാ? മിഠായി കഴിക്കാൻ പാടില്ല കേട്ടോ. കഴിക്കാൻ പാടില്ല. കുട്ടികൾക്ക് മിഠായി കൊടുക്കുമ്പോ ശ്രദ്ധിക്കുക. അവര് മധുരം രാവിലെ കഴിച്ചാൽ പിന്നെ അവര് അധികം ഭക്ഷണം കഴിക്കില്ല. പിന്നെ കുട്ടികൾക്ക് അധികം തണുപ്പുള്ളതൊന്നും രാത്രി കൊടുക്കും. ബിസ്ക്കറ്റ് കൊടുക്കാൻ പാടില്ല. മധുരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അധികം. അപ്പൊ അല്ലേ, കുട്ടികൾക്ക് രാവിലെ കൊടുക്കാൻ എന്താ? ഇഡ്ഡലി, ദോശ, അതേപോലെ സാമ്പാർ. ഇത് കൊടുക്കാം. അത് സാമ്പാറിൽ അധികം മസാലകളൊന്നും ചേർക്കാണ്ട്, കുറെ ഇൻഗ്രീഡിയൻസും ചേർക്കാണ്ട് കുറച്ച്. പിന്നെ അപ്പൊ അങ്ങനെ കൊടുക്കണ കാരണമാണ് അവര് ഭക്ഷണം അധികം കഴിക്കാത്തത്. അപ്പോൾ ഇടയ്ക്ക് കൊടുക്കാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഒരു പൂതിക്കൊക്കെ കൊടുക്കാം. ഓക്കെ. പിന്നെ വേറെ എന്താ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? എന്താ ഉണ്ണി അതില്? എന്നാ നമുക്ക് ഉണ്ടാക്കാം. അച്ഛൻ അത് എന്തേലും ചെയ്യാൻ പറ്റടി? ഈ സാധനം ഓരോ പൂവും ഓരോ നിലാവും. കുഴപ്പമില്ലല്ലോ. എന്തേ കുട്ടിയുടെ ഇന്നലെ ശരിക്കും പേടിച്ചു. എന്തിനാ അത്ര കിടത്തുണ്ണി? ഇതൊക്കെ എടുത്ത് കറി, ഇതൊക്കെ എടുത്ത് ഉപ്പേരി ചെയ്യുക. അതാണ്ടോ ഉപ്പേരി വെക്കാൻ? ഇത് തേങ്ങൊന്നുമില്ല.
എന്തേലൊന്നും ഇല്ല കുട്ടി. തേങ്ങയല്ല തേന്. തേനുണ്ട്. ഇതെന്താ അറിയോ? വാഴയില്ലേ വാഴ, അതിൻ്റെ ഇതാണ്. വയറ് തണ്ട്. ഇത് കളയണ്ട, ഇതൊക്കെ ആയിരുന്നു. അയ്യോ ഇത് കറി വെക്കാം. കറി വെച്ച് വെച്ചോ? തിന്നു പറ്റോ? തിന്നാൻ പറ്റില്ല, കറി വെക്കാം. ആ കറി വെച്ചിട്ട് തിന്നാ. അതിൻ്റെ ഈ സാധനം കളയണം. ഇത് കളയാം. ഈ സാധനം കളയുക ഇതിൻ്റെ ഉള്ളിലത്തെ, എന്നിട്ട് കറി വെക്കാം. ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ സാധനം കിട്ടും. അരച്ചമ്മ അറപ്പോമ്മ തവച്ച തുണിക്ക തവപ്പോമ്മ രാമൻ കഥയ്ക്ക് പോമ്മ. അപ്പം അങ്ങനെ എന്നാൽ ശരി, എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. കുറച്ച് ഇതുള്ളൂ കേട്ടോ, വ്ളോഗൊക്കെ ചെറുതായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് കൂടുതൽ വീഡിയോസായിട്ട് ഞങ്ങൾ വരാം ഇടയ്ക്ക്. ഓക്കെ, ടാറ്റ ബൈ ബൈ. എന്നാൽ ടാറ്റ പറയണി. എവിടെ ഇവിടെ വന്നിട്ട് പറയാം. ടാറ്റ ബൈ ബൈ. ആരെ ഉണ്ണിനെ കാണുന്നില്ലേ അതില്? കണ്ടു. ടാറ്റ ബൈ ബൈ, സീ യു അല്ലേ, അങ്ങനല്ലേ പറയാ? ഇതാ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അവിടെ, വൈഫ് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന്ന് ലേശം മാവ് ഞാൻ എടുത്ത് കൊടുത്തിരുന്നതോ, മാവ് എടുത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഞാനൊരു പൈപ്പിൻ്റെ ഇത് എടുത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഭയങ്കര ഉരുട്ടലാണ്. അതോ നിലത്താ വെച്ച്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുവാണ് ചപ്പാത്തി? ആ എങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ. എങ്ങനെ ഇങ്ങോട്ട് നോക്കി പറയാം. ആ ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. എന്നിട്ടോ എന്നിട്ടോ ആ വെരി ഗുഡ്. ഇപ്പൊ ചപ്പാത്തി ആയി. ഇത് മണ്ണിലിട്ട കാരണം കഴിക്കരുത് കേട്ടോ. അപ്പോഴേക്ക് ഇതാ വൈഫ് കുറച്ച് പണി തന്നിട്ടുണ്ട്. ഇതാ ഇത് എനിക്ക് നേരാക്കാനുള്ളത്. സവാള കറിക്ക്, ചപ്പാത്തി കറിക്ക് സവാള ഇതാക്കുകയാണ്. ഓക്കെ.